1202 ആണ്ട് ചിങ്ങമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. 17/8/2026 മുതൽ 16/9/2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ് നടത്തുന്നത്. പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലങ്ങളാണ് പറയുന്നത്. ബന്ധുജനങ്ങൾ വിരോധത്തിലായിരുന്നവര് നിങ്ങളുമായിട്ട് യോജിച്ചു പോകാനായിട്ട് സാധിക്കുന്നു. പിണക്കമെല്ലാം മാറിക്കിട്ടുന്നു. കേസുകൾ ഉണ്ടാകുമോ എന്ന ഭയം നിങ്ങളെ അലട്ടിയിരുന്നത് മാറിക്കിട്ടുന്നു. അച്ഛൻ, അമ്മ, അമ്മാവൻ അങ്ങനെയുള്ളവർക്ക് രോഗങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. തക്ക ചികിത്സ ലഭിച്ചാൽ അത് ഭേദമാകുന്നതാണ്. ആയുസ്സിന് ഉണ്ടായിരുന്ന ഒരു പേടി, അതായത് മരിക്കുമോ എന്നുള്ള പേടി, അതല്ലെങ്കിൽ എല്ലാത്തിനെയും ഒരു ഭയം ഉണ്ടായിരുന്നത് മാറിക്കിട്ടുന്നു. മറ്റുള്ളവരോടുള്ള ദേഷ്യവും കലഹങ്ങളൊക്കെ കുറഞ്ഞു കിട്ടുന്നു. പല രീതിയിലുള്ള നഷ്ടങ്ങൾ ഒഴിവാക്കപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. വളരെയധികം ചിന്തിച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാവൂ, അല്ലെങ്കിൽ അത് നഷ്ടത്തിലേക്ക് വരാം. ബുദ്ധി സാമർഥ്യം ഉണ്ടാകുന്ന ഒരു സമയവും കൂടിയാണ്. അതായത് ബുദ്ധി മാന്യം, അതായത് ബുദ്ധി ശൂന്യത ഉണ്ടായിരുന്നത് മാറിക്കിട്ടുന്നു. വ്യക്തി മുതലായ കണ്ടുകെട്ടൽ നടപടികളിൽ തൽക്കാലത്തേക്ക് ഒരു സ്റ്റേ മാതിരി അല്ലെങ്കിൽ മാറ്റിവെക്കുന്നു. അതുപോലെ തന്നെ ശ്രമിച്ചാൽ നേരായ മാർഗങ്ങളിൽ കൂടി ധനസമ്പാദനം നടത്താവുന്നതാണ്. കാര്യങ്ങൾ നടന്നു കിട്ടുന്നതിനുള്ള കാലതാമസം ഒഴിവാക്കപ്പെടുന്നു. യൗവനക്കാർക്ക് വളരെ സമ്മാനങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. വാഹനം, അതുപോലെ തന്നെ പുതിയ ഡ്രസ്സ്, ആഭരണങ്ങൾ എന്നിവ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങൾ ലഭിക്കുന്നതിനും ഒരു സാധ്യത കുറച്ച് കാണുന്നുണ്ട്. കണ്ണിന് രോഗമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അംഗീകൃത നല്ല ആശുപത്രികളിൽ പോയി ചികിത്സ തേടുന്നത് നല്ലതായിരിക്കും. അന്യരിൽ നിന്നും ചതി പറ്റാവുന്നതിനാൽ അതിനൊരു സാധ്യത ഉള്ളതിനാൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ചിലർക്ക് ചില രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മത്സരങ്ങളിൽ പരാജയം സംഭവിക്കാം. കുടുംബജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുന്നതിന് ഒരു സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിദ്യാതടസ്സം വരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി പുണർദം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങൾ പ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. 15 വയസ്സ് വരെയുള്ള പുണർദം നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ പല രീതിയിലും ഐശ്വര്യം വരുന്നതിന് ഉള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പല വിലപിടിച്ച സമ്മാനങ്ങളും ലഭ്യമാകാം. പല കാര്യങ്ങളിലും വിഘ്നങ്ങൾ ഉണ്ടാകുന്നതിന് ഒരു സാധ്യതയും കൂടി കാണുന്നുണ്ട്. എങ്കിലും പിന്നീടെല്ലാം ക്രമേണ ശരിയാകുന്നതായിട്ടാണ് കാണുന്നത്. വിദ്യാഭ്യാസം ആരംഭിക്കുന്നതിന് സാധിക്കുന്നു. അത് തുടർന്ന് പോകുന്നതിനും തടസ്സങ്ങളൊന്നും കാണുന്നില്ല. ചിലർക്ക് വിദ്യാഭ്യാസത്തിന് ഇപ്പം സാമ്പത്തിക ശേഷി കുറഞ്ഞവർക്കാണെങ്കിൽ അതിന് സന്മനസ്സുള്ളവരുടെ സഹായം ലഭിക്കുന്നു. വീട്ടിലുള്ളവർക്ക് ചില ഗുണകരമായ പല നേട്ടങ്ങൾ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. 15 വയസ്സ് മുതൽ 34 വയസ്സ് വരെ ഉള്ള പുണർദം നക്ഷത്രക്കാർക്ക് ചില അസുഖങ്ങൾ വരാം. കുടുംബത്തിൽ ചിലർക്ക് സാമ്പത്തിക പ്രയാസങ്ങൾ വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. ഈ കാലഘട്ടത്തിൽ കുട്ടിയെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ചില മോശപ്പെട്ട ആൾക്കാർ അല്ല വൈരാഗ്യ മനസ്സോടുകൂടി ഈ കുട്ടിയെ ദോഷപ്പെടുത്തുന്നതിന് വേണ്ടി, ചീത്തയാക്കുന്നതിന് വേണ്ടിയുള്ള പല നടപടികളും അവർ സ്വീകരിക്കാം. എന്നാലും വിദ്യാഭ്യാസത്തിന് വലിയ തടസ്സം ഈ ഭാഗത്ത് കാണുന്നില്ല. വിദ്യാഭ്യാസം തുടർന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇതിൽ ദുർമാർഗത്തിൽ പോകുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് വിദ്യ എന്നേക്കുമായി തടസ്സപ്പെടുന്നതിന് സാധ്യതയുണ്ട്. അതായത് സ്വന്തം ദേശം വിട്ട് അന്യദേശത്തേക്ക് പോകുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. വിദ്യാഭ്യാസത്തിന്റെ പുരോഗതി നല്ല രീതിയിൽ പോകുന്നത് ചിലർക്ക് അവർക്ക് നല്ല തൊഴിൽ ലഭിക്കുന്നതിന് സാധ്യമാകുന്നുണ്ട്. ലഭിച്ച തൊഴിലിൽ വളരെയധികം പുരോഗതി ലഭിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ധനപരമായി ധാരാളം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമയവും കൂടിയാണിത്. വിവാഹം, പറ്റിയ ജോഡിയെ കണ്ടുപിടിച്ച് വിവാഹം നടത്തുന്നതിനും അതുപോലെ സന്താന യോഗത്തിനും ഒക്കെ ഉള്ള ഭാഗ്യം അവർക്ക് കാണുന്നുണ്ട് ഈ സമയത്ത്. 34 വയസ്സ് മുതൽ 51 വയസ്സ് വരെയുള്ള പുണർദം നക്ഷത്രക്കാർക്ക് ആരോഗ്യകരമായി പൊതുവെ മെച്ചപ്പെട്ട ഒരു കാലമാണിത്. ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചവർക്ക് ഭാഗ്യം കൊണ്ട് അതുപോലെ തന്നെ ഉന്നതമായ തൊഴിലിൽ പ്രവേശിക്കുന്നതിന് സാധിക്കുന്നു. ധനസമൃദ്ധി, മറ്റ് ഐശ്വര്യങ്ങളും ഉണ്ടാകുന്ന ഒരു സമയമാണ്. മാനഹാനി വരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കാലത്ത് വലിയ ജലാശയങ്ങളിൽ ഇറങ്ങുന്നത് സൂക്ഷിക്കുക. കാരണം സുരക്ഷാ കവചങ്ങൾ ഉപയോഗിച്ച് വേണം ജലാശയങ്ങളിൽ ഇറങ്ങാൻ. അതായത് സുരക്ഷിതമായ വസ്തുക്കൾ, ലൈഫ് ബോയ് അങ്ങനെയൊക്കെ വച്ചിട്ട് വേണം ഇറങ്ങാനായിട്ട്. അവസാന 3 വർഷം തൊഴിലിൽ ചില തടസ്സങ്ങൾ വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട് ചിലർക്ക്. അതിനാൽ മോശമായ നടപടികളിൽ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഇടപെടരുത്. കൃഷിക്കാർക്ക് ഈ 3 വർഷം ചില നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പ്രയാസങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട്. 51 വയസ്സ് മുതൽ 58 വയസ്സ് വരെയുള്ള പുണർദം നക്ഷത്രക്കാർക്ക് ചിലർക്ക്
ശത്രുദോഷം വരാൻ ഈ സമയം സാധ്യതയുണ്ട്. മരണത്തെ മുഖാമുഖം കാണേണ്ടതായി വന്നേക്കാം. എന്നാലും അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ സാധിക്കുന്നു. വാഹനങ്ങൾ വളരെ ജാഗ്രതയായി ഓടിക്കേണ്ട ഒരു സമയമാണ്. ദുർജനങ്ങളുമായിട്ട് കൂട്ടുകൂടി വഴക്കിടുവാനും അതുമൂലം ഓരോ കഷ്ടനഷ്ടങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ അത്തരം നടപടികളിൽ നിന്നും ഒഴിവാകേണ്ടതാണ്. അല്ലെങ്കിൽ ശിക്ഷാ നടപടികൾ ലഭിച്ചേക്കാം. 58 വയസ്സ് മുതൽ 78 വയസ്സ് വരെയുള്ള പുണർതം നക്ഷത്രക്കാർക്ക് ഈ കാലം കഴിഞ്ഞ കുറേ വർഷങ്ങൾ കഷ്ടതകളൊക്കെ ഉണ്ടായിരുന്നു. ചില ആൾക്കാർക്ക്, ചിലർക്ക് നല്ലതായിരുന്നു. എന്തായിരുന്നാലും സന്തോഷിക്കാൻ പറ്റിയ ഒരു കാലഘട്ടമാണ്. തൊഴിൽ സംബന്ധമായി ഉന്നതി ഉണ്ടാകാം. വീടും വാഹനവും ഒക്കെ ഈ സമയത്തും സ്വന്തമാക്കാൻ അവർക്ക് സാധിക്കുന്നു. ശത്രുക്കളും അസൂയാലുക്കളും കുറച്ചൊന്ന് അടങ്ങിയിരിക്കുന്ന ഒരു കാലമാണിത്. ചിലർക്ക് അധികാരമുള്ള താൽക്കാലികമായ 5 വർഷത്തേക്കൊക്കെ ഉള്ള ഒരു പദവി, അധികാരമുള്ള ഒരു പദവി ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അത് ഉദാഹരണം പറഞ്ഞാൽ ചെയർമാൻ, വൈസ് ചാൻസലർ, മാനേജിംഗ് ഡയറക്ടർ, ചെയർപേഴ്സൺ, കമ്മീഷൻ തുടങ്ങിയ തസ്തികകളിലേക്കായിരിക്കും അവർക്ക് ലഭ്യമാവുക. 78 വയസ്സ് മുതൽ 84 വയസ്സ് വരെയുള്ള പുണർതം നക്ഷത്രക്കാർക്ക് പല പ്രകാരത്തിലും ചില ദുഃഖങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. വിചാരിച്ചിരിക്കാതെ ഉള്ള ചില പ്രതികൂല നടപടികൾ സർക്കാർ ഭാഗത്തു നിന്നും ചിലർക്ക് ഉണ്ടായേക്കാം. പ്രമേഹമുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ചിലർക്ക് വിദഗ്ധ ചികിത്സ വേണ്ടി വരാം. കഷ്ടതകൾ മാറി മനസുഖവും ശരീരസുഖവും ലഭിക്കുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. ഇവിടെ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമായിട്ടാണ് വരുന്നത്. ബുധനും ഗുരുവും കൂടി കർക്കടക രാശിയിൽ യോഗം വരുന്നതിനാൽ ബുദ്ധിശക്തി, സാമ്പത്തിക പുരോഗതി, മികച്ച സംസാരശേഷി എന്നിവ ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. വ്യക്തിക്ക് ഉയർന്ന വിദ്യാഭ്യാസവും അറിവ്, വിവരങ്ങൾ സമ്പാദിച്ചു വയ്ക്കാൻ, ഓർമ്മിച്ചൊക്കെ വയ്ക്കാനുള്ള ഒരു കഴിവും ലഭിക്കുന്നു. അതുപോലെ തന്നെ ചിലർക്ക് നല്ല ഒരു പ്രഭാഷകനാകാനായിട്ട് സാധിക്കുന്നു, പ്രാസംഗികനാകാൻ സാധിക്കുന്നു. വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാകുന്നു. ധനനേട്ടവും അതുപോലെ ഉണ്ടാകുന്നു. കരിയറിലും ബിസിനസ്സിലും വലിയ നേട്ടങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അത് മാത്രമല്ല, ഈ സാമ്പത്തിക ഒരു അസ്ഥിരതയിലായിരുന്നത് ഏറ്റക്കുറച്ചിൽ വന്നുകൊണ്ട് ഇപ്പോൾ ഒരു സ്ഥിരമായി ഒരു സാമ്പത്തിക ഭദ്രത വരുന്നതിന് സാധിക്കുന്നു. കലകളിലും സംഗീതം, നൃത്തം, സാഹിത്യം, അഭിനയം തുടങ്ങിയവയിലൊക്കെ കുട്ടികൾ താല്പര്യം പ്രകടിപ്പിക്കുന്നു. അവരെ നിരുത്സാഹപ്പെടുത്തരുത്, അവരെ പ്രോത്സാഹിപ്പിക്കുക. അത് മാത്രമല്ല, വലിയ ആൾക്കാരിലാണെങ്കിൽ, കലാകാരന്മാരിലാണെങ്കിൽ അവർക്ക് ധാരാളം അവസരങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. എല്ലാവരോടും സ്നേഹമുള്ള ഒരു പെരുമാറ്റ സ്വഭാവം, ധർമ്മിഷ്ഠമായ ജീവിതം, ഇതെല്ലാം കാണപ്പെടുന്ന ഒരു സമയമാണ്. ഇത് ആരോടും ഒരു നല്ല രീതിയിൽ പെരുമാറാനും അനുകമ്പയോടെ പെരുമാറാനും ഒക്കെ ഉള്ള ഒരു ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ടാകുന്നു. കുടുംബത്തിൽ സമാധാനവും ഐക്യവും ഒക്കെ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ ചിങ്ങരാശിയിലെ സൂര്യനും കേതുവും കൂടി യോഗം വരുന്നതിനാൽ ഈ യോഗത്തിന് ഗ്രഹണ യോഗം എന്നാണ് പറയുന്നത്. ആത്മവിശ്വാസക്കുറവ്, ഇച്ഛാശക്തി എന്നിവയെ സാരമായി ബാധിക്കുന്ന, മോശമായി ബാധിക്കുന്ന ഒരു യോഗമാണ് ഈ ഗ്രഹണ യോഗം. അതായത് സൂര്യനും കേതുവും കൂടിയുള്ള യോഗം. ഇതില് വയറു സംബന്ധിച്ചും ഉള്ള അസുഖങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ തലവേദന, മാറാത്ത ഭയങ്കരമായ തലവേദന, അതുപോലെ ഉന്മേഷക്കുറവ്, ഒരു ആരോഗ്യമില്ല, അല്ലെങ്കിൽ ഒരു മടി ഉണ്ടാകാം. തൊഴിലിലും ബിസിനസ്സിലൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഒരു ആശയക്കുഴപ്പം ഉണ്ടാകാം. പുതിയ സ്ഥലത്തേക്ക് പോകുന്നു, ഇനി പുതിയ ഓർഡർ പിടിക്കാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ പുതിയ ബ്രാഞ്ച് തുടങ്ങണം, ഇത്തരം ഒരു കാര്യങ്ങളിൽ ഇവർക്ക് ഒരു കറക്റ്റ് ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ ഒരു മനസ്സിനൊരു സംഘർഷം ഉണ്ടാകുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ചിലർ ഇത്തിരി അലച്ചിൽ നേരിടേണ്ടതായിട്ട് വരാം. അനാവശ്യമായ വഴക്കും ഇതെല്ലാം ഒഴിവാക്കേണ്ടതാണ്. കോപവും ഒഴിവാക്കി വയ്ക്കുക. മോഹന വാഗ്ദാനങ്ങൾ ആർക്കും ഈ സമയം നൽകരുത്. അതുപോലെ തന്നെ ചന്ദ്ര ശുക്രയോഗം വരുന്നതിനാൽ, അത് കന്നിരാശിയിലാണ് നടക്കുന്നത്. ഇത് മനസ്സിനെയും സർഗാത്മിക ശക്തിയെയും ജീവിതത്തെയും തന്നെ നല്ല രീതിയിൽ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു യോഗമാണ്. കന്നിരാശി ബുധന്റെ വീടാണ്. ശുക്രൻ ഇവിടെ നീചസ്ഥനായിട്ടാണ് കാണപ്പെടുന്നത്. സംഗീതം, നൃത്തം, ചിത്രകല, ഡിസൈനിങ് ഇതെല്ലാമുള്ള കലാകാരന്മാർക്ക് വളരെയധികം ഗുണമുള്ള സമയമാണ്. അതുപോലെ കുട്ടികൾക്ക് ഈ കലകളിൽ ആരംഭം കുറിക്കുന്നതിനും പറ്റിയ സമയമാണ്. അവർക്ക് ധാരാളം ഉത്സാഹം ഉണ്ടാകാം. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവും ഈ യോഗം മൂലം ലഭിക്കുന്നു. ആരെങ്കിലും വിഷമിച്ചിരുന്നാൽ എന്താണ് കാര്യമെന്നൊക്കെ അവരോട് ചോദിക്കാനും തന്നെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്യാനുമുള്ള ഒരു കഴിവുള്ള ഒരു യോഗമാണിത്. അതുപോലെ ഏറ്റെടുക്കുന്ന ഏത് കാര്യവും കൃത്യനിഷ്ഠതയോടെ ആ സമയപരിധിക്കുള്ളിൽ തന്നെ പൂർത്തിയാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കഴിവ് ലഭിക്കുന്നു. ഉദാഹരണം, കോൺട്രാക്ടർമാർക്ക് ആ സമയത്തിന് മുമ്പേ തന്നെ, അതുപോലെ വലിയ പ്രോജക്റ്റുകൾ അങ്ങനെയൊക്കെയുള്ളതൊക്കെ എടുത്തിട്ടുള്ള ആൾക്കാർക്ക് അതെല്ലാം കൃത്യമായി അവർ കൊടുത്തേക്കുന്ന ഡേറ്റിന് മുമ്പേ തന്നെ പൂർത്തിയാക്കാൻ സാധിക്കുന്നു.
അതുപോലെ സ്നേഹവും പ്രണയവും ഒക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് മാത്രം ഒരു ന്യൂനത ഇവിടെ കാണുന്നുണ്ട്. കാരണം ഈ കന്നിരാശിയിലെ ശുക്രന്റെ ബലക്ഷയം മൂലം ബന്ധങ്ങളിൽ സംശയങ്ങളും അതുപോലെ ചില അനാവശ്യമായ ചിന്തകളൊക്കെ ഉണ്ടായി മാനസിക പ്രശ്നങ്ങൾ വരാനൊരു സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾക്കുള്ള ജാതകപരമായോ പൂജാപരമായോ മുഹൂർത്തപരമായോ വാസ്തുപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. ഈ വരുന്ന ചിങ്ങമാസത്തിൽ നിങ്ങൾക്ക് സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.